അസസ്മെൻറ്റ് ഇയർ 25-26 ITR ഫയലിംഗ് പ്രാക്ടിക്കൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത്. ഇതൊരു റെക്കോർഡഡ് ഓൺലൈൻ വീഡിയോ കോഴ്സാണ്. ടാഗ് മാംഗോ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുക. ഡെസ്ക്ടോപ്പിലാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിലൂടെയും, ഫോണിലാണെങ്കിൽ ടാഗ് മാംഗോ ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ കോഴ്സിൻ്റെ പ്രൈസ്, വാലിഡിറ്റി, എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കറൻ്റ്ലി നമ്മൾ റിലീസ് ചെയ്യുന്നത് ITR 1 and 4 ആണ്. തമ്പനെയിലിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ ബട്ടൺ കാണുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ കോഴ്സിൻ്റെ ഒരു ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കോഴ്സിൻ്റെ ഡെമോ കാണാവുന്നതാണ്. എല്ലാ ബാങ്ക് അക്കൗണ്ട്സ് തന്നെ ആഡ് ചെയ്താലും പ്രശ്നമൊന്നും വരില്ല. ഈ ഒരു സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, എങ്ങനെ വ്യൂ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് OTP വെരിഫൈ ചെയ്ത് പർച്ചേസിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആകുന്നതാണ്. ടാഗ് മാംഗോയുടെ ആപ്പ് ഉപയോഗിച്ച് ഇതേ ഫോൺ നമ്പർ ഉപയോഗിച്ച് തന്നെ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഫോണിലും ഈ കോഴ്സ് മുഴുവനായിട്ടും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയാണ് കോഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിക്സ് കാണാം. ഇൻകം ടാക്സ് പോർട്ടലിൽ പ്രാക്ടിക്കൽ ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അതുമായി ബന്ധപ്പെട്ട അസസ്മെൻറ്റ് ഇയർ 2025-26 ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് ഇൻകം ടാക്സ് ലോസ് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓൾറെഡി ഒരു ബേസിക്സിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫയലിങ്ങിലേക്ക് കടക്കുന്നത്. അതിലാദ്യത്തെ ടോപ്പിക്കാണ് ഡു ഐ നീഡ് ടു ഫയൽ ആൻ ITR. നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ലീഗലി റിക്വയർഡ് ആണോ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ITR ഫയലിംഗ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാണേണ്ട ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എത്ര താഴെയാണെങ്കിലും നിങ്ങൾക്കത് ITRൽ കളിയാവുന്നതാണ്. ചില കേസുകളിൽ സെറ്റിങ്സിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫുൾ സ്ക്രീൻ മോഡും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ടോപ്പിക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ITR ഫയലിംഗ് ബേസിക്സിലേക്ക് വരാം. മൊഡ്യൂൾ 1 ബേസിക്കലി എല്ലാം തന്നെ അപ്ഡേറ്റഡ് ഇൻകം ടാക്സ് ലോ അനുസരിച്ചുള്ള ബേസിക്സ് ആണ്. സാധാരണ എല്ലാവർക്കും ഉണ്ടാവാറുള്ള ഡൗട്ടാണ്. നിങ്ങൾ ITR ഫയൽ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഏത് ITR ഫോം ചൂസ് ചെയ്യണമെന്നാണ്. കറക്റ്റായിട്ടുള്ള ITR ഫോം ചൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ITR ഫോം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്ത് ചൂസ് ചെയ്യണമെന്ന് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കറക്റ്റായിട്ടുള്ള ITR ഫോം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഏത് ടാക്സ് റിജീം ഓപ്റ്റ് ചെയ്യണമെന്നാണ്. ന്യൂ ആൻഡ് ഓൾഡ് ടാക്സ് റിജീം എങ്ങനെ അനലൈസ് ചെയ്യണം, അനലൈസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാക്സ് റിജീം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇത് IT പോർട്ടലിൽ തന്നെ യൂട്ടിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ടാക്സ് റിജീമിലെയും ടാക്സ് കമ്പ്യൂട്ടേഷൻ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിജീം തിരഞ്ഞെടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എല്ലാവർക്കും വരാറുള്ളൊരു ഡൗട്ടാണ്, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകമുള്ള ആളുകൾക്ക് ITR 4 ഫയൽ ചെയ്യാനായിട്ട് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അതിനുവേണ്ടി പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ സെക്ഷൻ 44AD, ADA ആൻഡ് AE ഇത്രയും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. ഇത്രയും ബേസിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ITR ഫയൽ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ടുള്ള ഡ്യൂ ഡേറ്റ് എന്താണ്, ലേറ്റ് ഫയലിങ്ങിൻ്റെ പെനാൽറ്റീസ് എന്താണ്, അതിനുശേഷം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്, അതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് സമ്മറൈസ് ചെയ്യേണ്ടത്, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡ്യൂ ഡേറ്റിലുള്ള അപ്ഡേറ്റും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫയലിംഗ് ബേസിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മൊഡ്യൂൾ 2ലേക്കാണ്. ഇവിടെ പ്രാക്ടിക്കലായിട്ടുള്ള ITR ഫയലിംഗ് ആണ് ഇൻകം ടാക്സ് പോർട്ടലിൽ. പ്രാക്ടിക്കൽ ഫയലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് IT പോർട്ടലിൽ കറക്റ്റായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന ടോപ്പിക്കിലൂടെയാണ്. ആദ്യമായിട്ട് IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാൾ IT പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇവിടെ പല ഇഷ്യൂസും വരാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് നെയിം മിസ്മാച്ച്, ഇത് പലരും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ്. ഇതെങ്ങനെയാണ് IT പോർട്ടലിൽ പ്രാക്ടിക്കലി സോൾവ് ചെയ്യേണ്ടത്, ഇത് പോർട്ടലിൽ ചെയ്ത് തന്നെ കാണിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ITR ഫോം ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 2 ഫോമുകൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം 2 ഫോമുകൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഒന്ന്, നിങ്ങൾ ഡിഫോൾട്ട് റിജീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റീജോയിൻ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫോം 10IEA ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ 80DD ആൻഡ് 80U ഡിഡക്ഷൻസ് എടുക്കുന്ന സമയത്ത് ഫോം 10IA ഫയൽ ചെയ്യണം. ഇത് റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഫയൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് രണ്ടും പ്രാക്ടിക്കലി എങ്ങനെയാണ് IT പോർട്ടലിൽ ഫയൽ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്.
ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും റീ എൻട്രിങ് ആണെന്നുള്ളത്. സോ ഇത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ITR 1 ഫയലിങ്ങിലേക്കാണ്. ഫസ്റ്റ് വൺ എക്സൽ യൂട്ടിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചില കേസുകളിൽ നമുക്ക് എക്സൽ യൂട്ടിലിറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഏതെങ്കിലും സിറ്റുവേഷനിൽ IT പോർട്ടൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ആ ടൈം ലാഭിക്കാൻ വേണ്ടി നമുക്ക് എക്സൽ യൂട്ടിലിറ്റിയിൽ ഡാറ്റ എൻട്രി ചെയ്ത് പ്രോപ്പറായിട്ട് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം JSON ജനറേറ്റ് ചെയ്ത് പോർട്ടൽ ഓക്കെ ആവുന്ന സമയത്ത് സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബെറ്റർ ഫയലിംഗ് മെത്തേഡ്, എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഫയലിംഗ് മെത്തേഡ് എപ്പോഴും ഓൺലൈൻ മെത്തേഡ് തന്നെയാണ്. പക്ഷേ എക്സൽ യൂട്ടിലിറ്റി പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. സോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണ്, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യണം, എങ്ങനെയാണ് അതിന് JSON ക്രിയേറ്റ് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്യേണ്ടത്, ഈ കേസുകളെല്ലാം തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 3 പാർട്ടായിട്ടാണ് എക്സൽ യൂട്ടിലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. റീഫിൽ ഡാറ്റ കൊടുക്കുക. എക്സൽ യൂട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുന്നത് ഓൺലൈൻ മോഡ് ഓഫ് ഫയലിങ്ങിലേക്കാണ്. ITR 1ൻ്റെ ഓൺലൈൻ മോഡ് ഓഫ് ഫയലിംഗ് 3 പാർട്ടുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഓൾഡ് റിജീമും ന്യൂ റിജീമും സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നതാണ്. ITR 1 എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ITR 4 ഫയലിങ്ങിലേക്കാണ് വരുന്നത്. 1 ഫയലിംഗ് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് 4 വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രാക്ടിക്കലായിട്ട് തന്നെ പോർട്ടലിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഇത്രയുമാണ് നമ്മളുടെ ടോപ്പിക്സ്. ഈ ടോപ്പിക്സ് എല്ലാം തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാവുന്നതാണ്. 7 months ആണ് വാലിഡിറ്റി വരുന്നത്. വാലിഡിറ്റി പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്, മൊബൈൽ ഓർ വെബ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കോഴ്സിൽ ITR ഫയലിംഗ് ബേസിക്സും അതുപോലെ തന്നെ ITR 1 and 4ൻ്റെ ഫയലിംഗുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്കൊരു കംപ്ലീറ്റ് ഫയലിംഗ് കോഴ്സ് കൂടിയുണ്ട്. ഇവിടെ ITR 1, 2, 3, 4 എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ഫുൾ കോഴ്സിൽ ITR ഫയലിംഗ് ബേസിക്സ് സെയിം തന്നെയാണ്. മൊഡ്യൂൾ 2ലാണ് ഡിഫറൻസ് വരുന്നത്. മൊഡ്യൂൾ 2ൽ ITR 1, ITR 2, ITR 3 ആൻഡ് ITR 4. കറൻറ്റ് ഡേറ്റിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ റിലീസായിരിക്കുന്ന ഫോമുകൾ 1ഉം 4ഉം ആണ്. ITR 2 and 3 റിലീസ് ചെയ്യുന്ന സമയത്ത് 1 or 2 വീക്സിനുള്ളിൽ തന്നെ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഫോം കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ITR 2ൻ്റെ ഫയലിംഗ് ലാസ്റ്റ് ഇയറിലെ പ്രത്യേകം നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. 2024-25 ITR 2 ഫയലിംഗ് ലാസ്റ്റ് ഇയറിലെ കോഴ്സായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടിയാണ് കൂടുതലും ITR 2 യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെ എൻ്റർ ചെയ്യണമെന്നും മറ്റും ഒരു ബേസിക് ഫയലിംഗ് മെത്തേഡ് അറിയാൻ വേണ്ടി മാത്രം ഈ ടോപ്പിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കറൻറ്റ് അസസ്മെൻറ്റ് ഇയറിലെ ഫോം ആക്റ്റീവ് ആവുന്നത് വരെ വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. ITR 3ൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫയലിംഗ്, മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഫയലിങ്ങും അതുപോലെ തന്നെ ഷെയർ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫയലിങ്ങും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സൈറ്റിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു 1 to 2 വീക്സിനുള്ളിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കേസസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 അപ്ഡേറ്റഡ് ആണ്, 4 അപ്ഡേറ്റഡ് ആണ്, 2ൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ കേസ് മാത്രമേ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 2 കോഴ്സിൻ്റെയും പ്രൈസ് ഡിഫറൻ്റ് ആണ്. ഈ 2 കോഴ്സിൻ്റെയും പർച്ചേസിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ കോഴ്സിൻ്റെ അപ്ഡേഷൻ സ്റ്റാറ്റസ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഇവിടെ കൊടുക്കുന്നു. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ആ വാട്സപ്പ് ചാനലിൽ കയറിയിട്ട് എന്താണ് അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുക. കോഴ്സുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ഓർ വോയിസ് നോട്ടിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. Thank you.